ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ചിക്കൻ അതാർക്കല്ലേ ഇഷ്ടപ്പെടാത്തത്? കറി വെച്ചിട്ടും അതുപോലെ ഫ്രൈ ചെയ്യുവാണെങ്കിൽ അതിനോടുള്ള ഇഷ്ടം ഒന്നും കൂടി കൂടും അല്ലേ? ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഫ്രൈ ആണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് പീസ് ഉപയോഗിച്ചിട്ടും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. പിന്നെ വലിയ വലിയ പീസാണെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് 1 കിലോഗ്രാം. ഇത് 3-4 തവണ കഴുകി വൃത്തിയാക്കിയെടുത്ത ചിക്കനാണ് ഇത് സ്ട്രെയിനറിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ആകുന്ന സമയത്ത് ഒരു തുള്ളി പോലും വെള്ളം ഇല്ലാതെ ചിക്കനിലെ വെള്ളം കംപ്ലീറ്റ് തോർന്ന് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഞാൻ അടിയിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് വെള്ളം കംപ്ലീറ്റ് ഊർന്നിറങ്ങും. ചിക്കൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്കുള്ള മസാല റെഡിയാക്കാം. ഞാനിവിടെ ഒരു ബൗളിലോട്ടേക്ക് ഏകദേശം 2.5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും ഇതിലോട്ട് 1/2 ടീസ്പൂണ് നല്ല ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളെല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതല്ലേ, അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചിക്കൻ ഫ്രൈ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 4-4.5 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പുളിയില്ലാത്ത തൈരാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പുളിയുള്ള തൈരാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുക. ചതച്ചിടുവാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അടിയിലൊക്കെ കരിഞ്ഞ് പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയതിന് ശേഷം മാത്രം ചേർക്കുക. ഇനി ഇതിലോട്ടേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ പൊടികളെല്ലാം എല്ലാ ഭാഗത്തും നല്ലപോലെ മിക്സായി വരണം. ആ രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള തൈര് ലൂസായിട്ടുള്ള തൈരാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. എൻ്റെത് കുറച്ച് കട്ടി കൂടിയ തൈരായതുകൊണ്ട് എനിക്ക് വെള്ളം യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മസാലക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഈ സമയത്ത് ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പൊക്കെ പാകമാണോ എന്നുള്ളത് നോക്കാം. ഇനി ചിക്കൻ്റെ ഓരോ പീസും ഈ മസാലയിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഗീ റൈസിൻ്റെ കൂടെയും അതുപോലെ പൊറോട്ട, ചപ്പാത്തി ഇതിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി ഇതൊന്നുമല്ല, നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുവാണെങ്കിൽ നല്ലൊരു ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. ആർക്കാണല്ലേ ഇഷ്ടമല്ലാത്തത്? അപ്പോൾ ഇതുപോലുള്ളത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ ഗസ്റ്റ് തീർച്ചയായും നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യാണ്ട് വീട്ടിൽ നിന്ന് പോവില്ല, അത് ഉറപ്പാണ്. ഞാനിവിടെ ചിക്കന് ഈ മിക്സിലോട്ടേക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്പൂൺ ഉപയോഗിച്ച് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിങ്ങനെ ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും ഇതുപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. എന്നാലാണ് ഇതിൻ്റെ നല്ല ആക്ച്വൽ ടേസ്റ്റ് ഇതിന് കിട്ടുന്നത്. ഇനി തീരെ സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു 15 മിനിറ്റിൽ എങ്കിലും മാറ്റി വെക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതും കൂടി ഈ ചിക്കനിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഫ്രഷ് കറിവേപ്പില തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാൽ ആ കറിവേപ്പിലേൻ്റെ സ്മെല്ലൊക്കെ ചിക്കനിലോട്ടേക്ക് നന്നായിട്ട് ഇറങ്ങും. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ ഉണ്ടാവുക. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെക്കാം. ഇത് അടച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഈ ചിക്കൻ പുറത്തെടുക്കുന്നത്. കണ്ടില്ലേ, ചിക്കനൊക്കെ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇത്ര 2 മണിക്കൂറൊന്നും സമയം മാറ്റി വെക്കാനില്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും മാറ്റി വെക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്ത് കൊടുക്കൽ വളരെ നിർബന്ധമുള്ള കാര്യമാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു ക്രിസ്പിനെസ്സും ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പോൾ ഇതെന്തായാലും സ്കിപ്പ് ചെയ്യരുത്, തീർച്ചയായും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു മുട്ട അതും ബീറ്റ് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കിലോ ചിക്കനിലോട്ടേക്ക് 1 മുട്ട, അത് കറക്റ്റ് അളവാണ്. ഇനി നമുക്ക് ഈ ചിക്കന്
കൈ വെച്ച് തന്നെ നല്ലപോലെ ഈ പൗഡറിലോട്ടേക്ക് മിക്സ് ചെയ്തെടുക്കുക. സ്പൂൺ ഉപയോഗിച്ചാലൊന്നും നമുക്കിത് ശരിക്കൊന്നും മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം പോലെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അരിപ്പൊടിയും കോൺഫ്ലോറും കൂട്ടിയിട്ട് കൊടുക്കുക. വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ ഈ ഫ്രൈ ഒരിക്കലും ശരിയായി കിട്ടില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ കുഴച്ചെടുക്കുമ്പോഴുള്ള പാകം അതുപോലെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ചെറിയൊരു കടായി ഞാൻ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുന്ന സമയത്ത് ഈ ചിക്കൻ്റെ ഓരോ പീസുകളായിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയി വരുന്ന സമയത്ത് മറിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ സ്കൂളിലൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ തലേന്ന് രാത്രി തന്നെ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിലോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് രാവിലെ ആകുന്ന സമയത്ത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട പണി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലൊക്കെ റെഡിയാക്കി വെക്കുക. പിന്നെ ഇത് ഈ ഒരു കൂട്ടുണ്ടല്ലോ, ഒരു മാസം വരെ ഫ്രീസറിലൊക്കെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രിപ്പ് റെഡിയാക്കുന്ന സമയത്ത് ആവശ്യാനുസരണത്തിനുള്ള പാക്ക് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് സ്കൂളിലെ ലഞ്ച് ബോക്സിൽ 1-2 പീസോ മതിയെങ്കിൽ അതിനനുസരിച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടണം കേട്ടോ. ഹാഫ് ഫ്രൈ ആയിട്ട് എടുക്കരുത്, നല്ലപോലെ ഫ്രൈ ആയാലാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നല്ലപോലെ ക്രിസ്പി ആകുന്നവരെ വറുത്തെടുക്കുക. ഇതിൽ നമ്മൾ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് ലാസ്റ്റ് ആകുന്ന സമയത്ത് 1-2 ഡ്രോപ്പ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ പീസ് ഞാൻ ഇവിടെ ഒരു കിച്ചൺ ടവലിലോട്ടേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ബാച്ച് വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു സൈഡ് ഫ്രൈ ആകുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് അതും നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ചിക്കൻ പീസും നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇപ്പോൾ ചിക്കൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കായാലും മുതിർന്ന ആൾക്കായാലും എന്തായാലും ഇത് നല്ലപോലെ ഇഷ്ടമാവും. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ചിക്കൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കുക. പ്രത്യേകിച്ച് ചിക്കൻ ഫ്രൈ അത് നമുക്ക് എങ്ങനെ പൊരിച്ചാലും ഇഷ്ടമാണ് അല്ലേ. ചിക്കനാണെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വീടിൻ്റെ അകം മൊത്തം ഈ ചിക്കൻ ഫ്രൈൻ്റെ സ്മെല്ലായിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇത് വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് മുമ്പ് തന്നെ ചിക്കൻ കാലിയായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ എല്ലാ ചിക്കൻ പീസും ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മസാല ബാക്കി വരുവാണെങ്കിൽ ഇത് ഫിഷിനൊക്കെ ഈ സെയിം മസാല വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്ക് ഒരു സോസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂണ് ചില്ലി സോസും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ഡ്രോപ്പ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഈ ഫുഡ് കളറിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഫുഡ് കളർ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 5 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു കടായിലോട്ടേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചൂടായി വരുന്ന എണ്ണയിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും 1.5 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലോട്ടേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ലപോലെ മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സോസ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലോട്ടേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ പീസ് ഉണ്ടല്ലോ, അത് ഈ സോസിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ ഈ സോസിലോട്ടേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിൻ്റെ വെള്ളം കണ്ടിട്ട് നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട. ഒരുപാട് വെള്ളം ഉണ്ടല്ലോ, ഇത് കൊളായി പോകുമെന്നൊന്നും വിചാരിക്കേണ്ട. ഈ ചിക്കൻ ഇടുന്ന സമയത്ത് ഇത് മൊത്തം അങ്ങ് വറ്റിക്കോളും. അപ്പോൾ ഒരു പേടിയും വേണ്ട. ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ചിക്കനൊന്ന് ഈ സോസിലോട്ടേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നല്ലപോലെ ഈ സോസൊക്കെ ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും കോട്ടിംഗ് ആയിട്ട് നല്ലൊരു അടിപൊളി ടെക്സ്ചറിലോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഇനി നിങ്ങൾ ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഹോട്ടലിലൊക്കെ ചിക്കൻ 65 ഒക്കെ കിട്ടുന്നില്ല, അതിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ് ഇതിനും കിട്ടുന്നത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കണ്ടല്ലോ, നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകംവശമൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്.
ഇനി ഇതിന്ന് ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഞാനിവിടെ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. ഞാനിവിടെ ഗീ റൈസിൻ്റെ കൂടെയാണ് 65 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടൻ്റെ കൂടെയോ നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. ഒരു പീസ് ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.